മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ വന്ദേ മാതര ഗാനം നിർബന്ധിതമാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ഏകപക്ഷീയവും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും പ്രമുഖ മുസ്ലിം സംഘടനയായ ജമിയത്തുൽ ഉലമ ഹിന്ദ് വിമർശിച്ചു. വന്ദേമാതരം ആലപിക്കുന്നതിൽ നിന്നോ വായിക്കുന്നതിൽ നിന്നോ മുസ്ലിങ്ങൾ ആരെയും തടയുന്നില്ലെന്നും എന്നാൽ ഗാനത്തിലെ ചില ശ്ലോകങ്ങൾ മാതൃരാജ്യത്തെ ദൈവമായി ചിത്രീകരിക്കുന്ന വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഇത് തങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമാണെന്നും ജമിയത്തുൽ പ്രസിഡന്റ് മൗലാന അർഷദ് മദനി പറയുന്നു. വന്ദേമാതര വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രഭാതം ദിനപത്രവും രംഗത്ത് വന്നിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കമെന്ന ആക്ഷേപം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം? ഈ നീക്കങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, സുപ്രഭാതം ദിനപത്രത്തിന്റെ വിമർശനം പ്രസക്തമാണ്. ആ വിമർശനം അതിനോട് സംസ്ഥാന സർക്കാരൊന്നും ഇതുവരെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഈ നീക്കത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്താണ് സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നത്? എന്താണ് അവരുടെ നീക്കം? തീർച്ചയായും ഈ വിവാദം ഒരു പ്രശ്നമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അഖിലേന്ത്യാ വ്യക്തി നിയമ ബോർഡ് അടക്കം ഈ വന്ദേമാതരം നിർബന്ധമാക്കാനുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെ രംഗത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ തന്നെ ISM പോലെയുള്ള മുസ്ലിം സംഘടനകൾ, INLന്റെ നേതാവ് കാസിം ഇരിക്കൂർ, അങ്ങനെ പലരും ഈ പ്രസ്താവനകളുമായി ഇതിനകം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. സത്താർ പന്തലൂർ അടക്കമുള്ള നേതാക്കൾ എത്തുന്നു. സമസ്തയ്ക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്. ഈ വന്ദേമാതരം ഒരു ദേശീയ ഗാനമാക്കി അല്ലെങ്കിൽ ദേശീയ ഗീതമാക്കി മാറ്റാനുള്ള ഒരു നിലപാടുകൾ ആരംഭിച്ച സമയം മുതൽ തന്നെ ഇതിനെ സമസ്ത എതിർക്കുന്നുണ്ട്. കാരണം ഏകദൈവത്തിലാണ് മുസ്ലിം മതവിശ്വാസികൾ വിശ്വസിക്കുന്നത്. അത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ദൈവത്തെ ആരാധിക്കുന്നത്, എല്ലാവർക്കുമായി ക്രമപ്പെടുത്തുന്നത് അത് അനുചിതമാണ് എന്നാണ് സമസ്ത കുറ്റപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും എല്ലാ വിധത്തിലുമുള്ള വിദ്യാർത്ഥികളാണ് ഒരു സ്കൂളിൽ പഠിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും ഒരു ദൈവത്തെ മാത്രം സ്തുതിക്കുന്ന തരത്തിലെ ഗാനവുമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രകീർത്തിക്കുന്ന ശ്ലോകവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ അത് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് ലംഘനമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ ഈ വന്ദേ മാതരം നമ്മുടെ ദേശീയ ഗീതമാക്കി മാറ്റുന്ന ആ സമയത്ത് തന്നെ ഇതേക്കുറിച്ചുള്ള വളരെ വിശദമായ ചർച്ചകൾ നടക്കുകയും രവീന്ദ്രനാഥ ടാഗോർ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുകയും അതിനകത്തെ ഏതാനും ശ്ലോകങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്ത ശേഷമാണ് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് പിന്നീട് ആളുകൾക്ക് പാടാനായി അല്ലെങ്കിൽ നമ്മുടെ ചടങ്ങുകളിൽ ഉപയോഗിക്കാനായി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അത് പിന്നീട് ഒരു ദുരുദ്ദേശത്തോടുകൂടി BJP എടുത്തു മാറ്റുന്നു എന്നതാണ് ഇപ്പോൾ വിമർശനമായി ഈ വന്ദേമാതരത്തെ എതിർക്കുന്നവർ അല്ലെങ്കിൽ വന്ദേമാതരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവിനെ എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. എന്തുകൊണ്ടാണോ അത് മാറ്റിയത്, ആ ഉദ്ദേശ ലക്ഷ്യത്തെ പാടെ നിരാകരിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ചും ബംഗാളിലെ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരാനിരിക്കെ അവിടെ ചില വികാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള നീക്കമാണ്. ഈ INLന്റെ വാർത്താക്കുറിപ്പിലൊക്കെ ഒരു പടി കൂടി കടന്ന് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു ഉദ്ദേശശുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എന്തായാലും ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഇസ്ലാം മതവിശ്വാസികൾ. അവർക്ക് മറ്റ് ദൈവങ്ങളെ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ അവരെ വാഴ്ത്തുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്ലോകങ്ങൾ ഉച്ചരിക്കാനായി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ പാട്ടിനെ എതിർക്കുന്നില്ല അല്ലെങ്കിൽ വന്ദേ മാതരത്തെ പാടെ നിരാകരിക്കുന്ന ഒരു നിലപാട് മുസ്ലിം സംഘടനകൾക്കില്ല. ആവശ്യമുള്ളവർക്ക് അത് ഏറ്റുപാടാം, ചൊല്ലാം, അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കാം. പക്ഷേ എല്ലാ കുട്ടികളെയും അല്ലെങ്കിൽ എല്ലാ ആളുകളെയും ഇതിനുവേണ്ടി നിർബന്ധിക്കരുതെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ വ്യക്തി നിയമ ബോർഡ് മുന്നോട്ട് വന്നിരുന്നു, ജമിയത്തുൽ ഉലമ മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിന്നൊക്കെ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളുമൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. നമ്മൾ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ഇക്കാര്യം ചോദിച്ചപ്പോഴും അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഇത്തരമൊരു തീരുമാനം കേന്ദ്രം നടപ്പിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകും. നേരത്തെ ഏക സിവിൽ കോഡും പൗരത്വ നിയമവും ഒക്കെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ വരികയും ചെയ്തപ്പോൾ അല്ലെങ്കിൽ നിയമമാവുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ എതിർപ്പുകൾ കേരളത്തിൽ നിന്നും രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും കോഴിക്കോട് കേന്ദ്രമാക്കിയൊക്കെ വലിയ റാലികളും സംഗമങ്ങളും ഒക്കെ നടക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിലാണ് വീണ്ടും അതിന് സമാനമായ മറ്റൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് നിലവിലെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. അതായത് ഒഴിവാക്കിയ ഖണ്ഡികളൊക്കെ അടക്കമാണ് നേതാക്കൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉൾക്കൊള്ളിക്കുന്നത്. 1937 വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചപ്പോൾ ഇതര മതസ്ഥരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്താതിരിക്കാൻ ചില ഭാഗങ്ങൾ ഒഴിവാക്കുകയും ആദ്യ 2
2 ഖണ്ഡികൾ മാത്രമേ ആലപിക്കുകയും ചെയ്യാവൂ എന്ന ഒരു ധാരണയിൽ എത്തി എന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. വിവാദമായ വരികളൊക്കെ ഈ ദുർഗാദേവിയെ പ്രകീർത്തിക്കുന്നതടക്കമുള്ള കമലദള വിഹാരിണി വാണി വിദ്യാദായിനി എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഹൈന്ദവ സങ്കല്പ പ്രകാരമുള്ള ഒരു പ്രാർത്ഥന എന്ന രീതിയിൽ തന്നെയാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അന്നിതിനെ നീക്കം ചെയ്തെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും നിർബന്ധമാക്കിയുള്ള ഉത്തരവ് എല്ലാ മതസ്ഥരും ഇത് ഏറ്റുചൊല്ലണമെന്ന ഉത്തരവ് പിൻവലിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ ഒരു ആവശ്യം. സജിത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് എന്നതാണ് സാഹചര്യം. സത്താർ പന്തല്ലൂർ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ശക്തമായ നീക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്. രാകേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. രാകേഷ്, സുപ്രഭാതത്തിൻ്റെ വിമർശനത്തിൽ പ്രധാനപ്പെട്ട പറയുന്ന ഒരു കാര്യം ഇതിൽ പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഒരു നീക്കം എന്നതാണ്. ദേശീയ തലത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രതികരണങ്ങൾ, തുടർചലനങ്ങൾ സ്വാഭാവികമായും ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ BJPയും മുന്നിൽ കണ്ടിട്ടുണ്ടാവാം, കേന്ദ്ര സർക്കാരും മുന്നിൽ കണ്ടിട്ടുണ്ടാവാം. കഴിഞ്ഞ ദിവസം ജയറാം രമേശ് കോൺഗ്രസ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ കോൺഗ്രസ് ഇതിനോട് എന്ത് നിലപാടെടുക്കുമെന്നത് ഏറെ പ്രസക്തമാവുമല്ലോ. കാരണം വന്ദേ ഭാരത് വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടി മാറുമല്ലോ. ഒപ്പം ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഇത് എത്ര കണ്ട് വലിയൊരു ആയുധമാവും BJPക്ക്? സജിത്ത്, 1875 പുറത്തിറങ്ങിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ഈ വന്ദേ മാതരം. അതിൽ തന്നെ നേരത്തെ തന്നെ പലപ്പോഴായി ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയതാണ് വന്ദേ ഭാരതം. പ്രത്യേകിച്ചൊരു പൊളിറ്റിക്കൽ അജണ്ട പ്രത്യേകിച്ച് BJPക്കും RSSനും ഇക്കാര്യത്തിലുണ്ട്. വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികം ഇപ്പോൾ കടന്നു പോവുകയാണ്. അതിൽ തന്നെ 2025 ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും ചർച്ചയും കോൺഗ്രസും BJPയും ഒക്കെ തന്നെ നേർക്കുനേർ വരുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ നെഹ്റു ഇതിൻ്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ ഒഴികെയുള്ളവ ഒഴിവാക്കിയെന്ന വിമർശനമൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉന്നയിച്ചതാണ്. അത്തരം വിവാദങ്ങൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ ഭേദഗതികളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെയായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇതിന് പുറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിൻ്റെ ആദ്യ 2 പദ്യഭാഗങ്ങൾക്ക് ശേഷം ഇന്ത്യയെ ഒരു ഹൈന്ദവ ദേവീ സങ്കല്പമായാണ് ഇത് പ്രകീർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളായാണ് ഇന്ത്യയെ കണക്കാക്കുന്നത്. തീർച്ചയായും അത് മറ്റ് വിഭാഗങ്ങൾക്ക്, മറ്റ് മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ തീർച്ചയായും അത് വീണ്ടും ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് തന്നെ പറയാം. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.